ഹാപ്പി സാബത്ത് ടു ഓൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാട്ടെ. ഇന്ന് ആഗസ്റ്റ് 24 ആഗോള വ്യാപകമായി സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച് എൻഡ് ഇറ്റ് നൗ എംഫസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് നമുക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ജോവാന ഡാനിയൽ. വിഷയം എൻ്റെ ആടുകളെ കണ്ടെത്തൂ. പ്രധാന വേദഭാഗങ്ങൾ മത്തായി 18:10 മുതൽ 14 വരെയും ലൂക്കോസ് 15:3 മുതൽ 7 വരെയുമുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം മത്തായി 18:10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റി ഉഴുന്നുപോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരിയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. സ്തോത്രം. ഇത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു ഉപമയാകുന്നു. പലപ്പോഴും നാം കേട്ടിട്ടുള്ളതായ ഒരു ഉപമയാണിത്. അതായത്, ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ ആ മനുഷ്യൻ ഈ 99നെയും വിട്ടേച്ച് ഒന്നിനു വേണ്ടി അന്വേഷിച്ച് കുന്നും മലകളും കയറി ഇറങ്ങി ഈ ഒന്നിനെ കാണാതെ പോയതിനെ കണ്ടെത്തുവാനുള്ളതായ ആ കാണാതെ പോയ ആടിനെക്കുറിച്ചുള്ള തൻ്റെ വിഷമം, ദുഃഖവും അതുപോലെ തന്നെ അതിനെ കണ്ടെത്തുവാനുള്ള അതിയായ ആഗ്രഹവുമാണ് ഇവിടെ യേശുക്രിസ്തു ഒരു ഉപമയിലൂടെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഈ കാണാതെ പോയതിനെ അന്വേഷിച്ചു പോകുന്നതായ ഇടയൻ അതിനെ കണ്ടെത്തിയതിന് ശേഷം തൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറഞ്ഞ്, എൻ്റെ കാണാതെ പോയ ആടിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, വന്ന് എന്നോടുകൂടി സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അയൽവക്കക്കാരും സുഹൃത്തുക്കളും അവരുടെ ദാസീദാസന്മാരും ഒത്ത് അവർ സന്തോഷിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ആണ് ഇവിടെ ഒരു ഉപമയിലൂടെ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3-ാം വാക്യം മുതൽ 7-ാം വാക്യം ഉള്ളതായ ഭാഗത്ത് നാം വായിക്കുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും അയൽവക്കക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാനെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെയും ഒരു ഉപമയിലൂടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് കാണാതെ പോയ ആടിനെ കുറിച്ച്, നമുക്കറിയാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ തന്നെ ആടുകൾ എന്ന് അർത്ഥമാക്കുന്നത് ദൈവ ജനത്തെയും ഇടയൻ എന്ന് അർത്ഥമാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയുമാണ്. ഭൗമികമായി നാം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് കാണാതെ പോയതിനെ അല്ലെങ്കിൽ പാപിയായി തീർന്ന മനുഷ്യനെ തിരഞ്ഞ് രക്ഷിപ്പാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരെ ദൈവം കർത്താവായ യേശുക്രിസ്തു ഏൽപ്പിച്ചതായ ആ മഹത്തായ ദൗത്യം എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായ ഓരോ വ്യക്തിയെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിന് അവരെ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് കൊള്ളുവാൻ അതിയായ ആഗ്രഹമുണ്ട് എന്ന് ഇവിടെ നിന്ന് നാം മനസ്സിലാക്കുന്നു. 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായി 18:6. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഇവിടെ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ
വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൽ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ദി എന്ന് പറയുന്നു. ഈ പ്രസംഗം നാം തുടർന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് ആക്കുന്നത് എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അനേകരും അകന്നു പോകാൻ പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ പ്രധാനമായിട്ട് ഒരു കാരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ പല വിധത്തിലുള്ളതായ പീഡനങ്ങൾ സമൂഹത്തിൽ അനുഭവിക്കുന്നു. നാം ഈ നാളുകളിലായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പീഡനങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷേ ഈ പീഡനത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ അവർ നേരിടേണ്ടി വരുന്നതായ പ്രയാസങ്ങളും അല്ലെങ്കിൽ നാണക്കേടുമൊക്കെ ഓർത്തിട്ട് പലരും അത് തുറന്ന് പറയാറില്ല. തുറന്ന് പറഞ്ഞാൽ പോലും ഇവരെ എങ്ങനെയെങ്കിലും മിണ്ടാതെയാക്കുവാനേ കേൾവിക്കാർ ശ്രമിക്കാറുള്ളൂ. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, സിനിമാ ഫീൽഡിൽ ഈ 2 ദിവസമായിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ സിനിമാ ഫീൽഡിൽ പോലും ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്നതായ പീഡനത്തെക്കുറിച്ചൊക്കെയും ഓരോരോ സത്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ സിനിമാ ഫീൽഡിൽ മാത്രമല്ല, സഭയിലുണ്ട്, സ്ഥാപനങ്ങളിലുണ്ട്, സമൂഹത്തിലുണ്ട്. അനേകരും പീഡനത്തിന് ഇരയാകുന്നു. അത് സാമ്പത്തികമായ ചൂഷണമാകാം, ലൈംഗികമായ ചൂഷണമാകാം, സമൂഹത്തിൽ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്നതായ രീതിയിൽ ജനം നമ്മളെ അകറ്റി നിർത്തുന്നതായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും അത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇവിടെ യേശുക്രിസ്തു നമ്മളോട് പറയുന്നു, അപ്രകാരം സഭയിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന വ്യക്തിയെ അവർ പോകാനുണ്ടായ കാരണം മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സ്നേഹം, ആശ്വാസം, പ്രാർത്ഥന ഇവ നൽകിക്കൊണ്ട് ആ വ്യക്തിയെ തിരിച്ചു നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം ഓരോരുത്തരും പ്രയത്നിക്കണം എന്നതാണ്. ശരിക്കും ഇവിടെ ലൈംഗിക പീഡനം അനുഭവിക്കുന്നതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക പീഡനം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരും കുട്ടികളും ഒക്കെയും ഇത് നേരിടുന്നുണ്ട്. ഗാർഹിക പീഡനം ഇതും പല തരത്തിലും സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാരും ഇതുപോലെയുള്ളതായ പീഡനത്തിന് ഇരയാകുന്നുണ്ട്. പലപ്പോഴും ഇരകളെ അപകീർത്തിപ്പെടുത്തുകയും ഇത് ചെയ്യുന്നതായ കുറ്റക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് സമൂഹവും സഭയും അല്ലെങ്കിൽ ഓരോ ഉന്നത അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരും ചെയ്യാറുള്ളത് എന്ന് നാം ഇന്നത്തെ ഈ പ്രസംഗത്തിൽ കൂടി മാത്രമല്ല, നാം ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നതായ ഓരോ സംഭവവും ഇതുതന്നെയാണ്. അപ്പോൾ നമ്മളുടേതായ നിലപാട് എന്താണ്? നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ ആരെങ്കിലും ഒരു വ്യക്തി നേരിടുകയാണെങ്കിൽ അവരെ സഹായിക്കുന്നതിന് പകരം നാമും മറ്റുള്ളവരോട് ചേർന്ന് പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അനുകൂലമായ രീതിയിലുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് സ്വീകാര്യമായത് ഒന്നല്ല എന്ന് ഇന്നത്തെ ഈ പ്രസംഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തു വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു കണ്ടെത്തുവാനാണ്. അപ്പോൾ നാം ഓരോരുത്തരും ആ വ്യക്തിയെ സഭയിൽ നിന്ന് അല്ലെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനല്ല, മറിച്ച് അവർക്ക് നേരിട്ടതായ ആ വലിയ ഒരു വേദനാജനകമായ സാഹചര്യത്തിന് നിന്ന് അവർക്ക് ആശ്വാസം പകർന്ന് തുടർന്ന് ജീവിക്കാനുള്ളതായ ധൈര്യം പകർന്നു കൊടുക്കുകയും അവരെ ആശ്ലേഷിപ്പിച്ച് അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യണം. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ നാം ചെയ്യാറുള്ളത് എന്താണെന്ന് ചോദിച്ചാലോ, നമുക്കറിയാം, വർഷങ്ങളോളം നീണ്ടുപോയതായ ഒരു കേസിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, അഭയ കേസ്. അതിപ്പോഴും അതിനൊരു തീർപ്പായിട്ടില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയും ഇരയായ വ്യക്തി എന്ത് ചെയ്ത് അവിടെ ഈ അഭയ എന്ന് പറയുന്നതായ വ്യക്തി തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ മിക്കവാറും മനുഷ്യരിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവരവരുടെ ജീവനെ പോലും അവർ നഷ്ടപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് അത്തരം കഠിനമായ ഒരു അനുഭവത്തിലൂടെ ജീവിക്കേണ്ടി വരികയും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് ദൈവമക്കളായ നമുക്ക് യോജിച്ചതായ ഒരു കാര്യമാണോ എന്ന് നാം ഓരോ
ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭയിൽ ഇങ്ങനെ ഒരാൾ നമ്മുടെ സഭയിൽ കടന്നു വരുവാൻ കഴിയാതെ അപമാന ഭാരത്താൽ വേദനിക്കുന്ന ഹൃദയമായിട്ട് ഭവനത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നാം ആ വ്യക്തിയെ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്നതായ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് പ്രാർത്ഥനയിലേക്കും കൂട്ടായ്മകളിലേക്കും നാം അവരെ ക്ഷണിക്കുക ആണ് നാം ചെയ്യേണ്ടത് എന്ന് ഈ രണ്ട് ഉപമകളുണ്ട്. അപ്പം ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എത്രമാത്രം സന്തോഷിക്കുന്നു, സ്വർഗം എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ ഓരോരുത്തരെയും മനസ്സിലാക്കി തരുന്നു. ഇവിടെ നഷ്ടപ്പെട്ട പോയ ആടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ ആടിനെ നഷ്ടമായത്? ഇവിടെ ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആ ആടിനെ നഷ്ടമായത്? ഉപേക്ഷിക്കപ്പെട്ടതാണോ, അലഞ്ഞു തിരിഞ്ഞതാണോ, വഴിതെറ്റിപ്പോയതാണോ, കൂട്ടം തെറ്റിപ്പോയതാണോ? ഇങ്ങനെ പല കാരണങ്ങളാലാണ് ഒരു ആട് നഷ്ടമായിരിക്കുന്നത്. ഇവിടെ 100 ആടുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ 100-ൽ ഒന്നിനെ തിരഞ്ഞാണ് ഇടയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒന്ന് ഏത് തരത്തിലാണ് നഷ്ടപ്പെട്ടത്? എവിടെയെങ്കിലും കുറ്റിക്കാട്ടിൽ കുടുങ്ങി കിടക്കുകയാണോ? എന്താണ് അതിന് സംഭവിച്ചത് എന്നറിയുവാനായിട്ടുള്ളതായ ആ ഇടയൻ്റെ ആഗ്രഹം ഈ വേദഭാഗത്ത് വ്യക്തമാകുന്നു. നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് സഭയിലേക്ക് ഇതേ ചിന്ത ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പല കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ കാരണം പലരും പള്ളിയിൽ പോകുന്നത് നിർത്തുന്നു എന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. കാപഢ്യങ്ങൾ അല്ലെങ്കിൽ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള സംഘർഷങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും പിന്തുണയില്ലായ്മ എന്നിവയാണ് ഈ കാണാതെ പോകുവാൻ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളതായ ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി നമ്മളിൽ നിന്ന് അകലുവാനുള്ള കാരണങ്ങളെന്ന് ഇവിടെ വിവരിക്കുന്നു. നമ്മുടെ സഭകളിൽ പീഡനത്തിന് ഇരയാകുന്ന അനേകർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നഷ്ടപ്പെട്ടതും ഏകാന്തനും. ഇവിടെ ഗാർഹിക പീഡനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് സ്ത്രീ പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ ലൈംഗിക അതിക്രമത്തിൻ്റെ വെളിപ്പെടുത്തലുകളിൽ കുടുംബം ഉഴലുന്നു. പക്വത പ്രാപിക്കാത്ത ചെറുപ്പക്കാർ വിവാഹത്തിനായി പ്രേരിപ്പിക്കപ്പെടുന്നു. മറ്റൊരു ഇര സഭയിലെ ഒരു പരിപാടിയിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ചില കാരണങ്ങൾ ഇവിടെ സഭയെ നടക്കുന്നതായ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതായ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായ ചില കാര്യങ്ങളാണ് ഇവിടെ നാം കേട്ടത്. ആടുകൾ ചിതറിപ്പോകുന്നതിൻ്റെ കാരണങ്ങൾ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. അവന് അപമാനം വരുത്തുന്ന ഇസ്രായേലിൻ്റെ നിരുത്തരവാദികളായ ഇടയന്മാരോട് അവൻ പറയുന്നു. നമുക്ക് നോക്കാം യെഹെസ്കേൽ 34:3-4 വാക്യങ്ങൾ. യെഹെസ്കേൽ 34:3-4 വാക്യങ്ങൾ. നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ല താനും. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയത് എന്താണ്? നിങ്ങൾ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നില്ല. ഇടയന്മാർ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നില്ല. ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിക്കുന്നു എന്ന് യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്ന് നാം വായിക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ നിരുത്തരവാദികളായ ഇടയന്മാരോടാണ് യഹോവ പറയുന്നത്. ഇനി അതിനേക്കാൾ ഉപരിയായിട്ട് ദുരുപയോഗത്തിന് ഇരയായവർ യേശു തങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ടെന്ന് അറിയേണ്ടതുണ്ട്. ഇവിടെ കൂട്ടം തെറ്റിപ്പോയ ആ ആട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ആ വ്യക്തി എന്ത് ചിന്തിക്കണം? അവരിത്രയും നാളും സഭയിൽ കടന്നു വന്നതും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയതായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ത് ചിന്തിക്കണം? യേശു തങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ട് എന്ന് അവരെപ്പോഴും ചിന്തിക്കണം. അവർക്ക്
ഈ സഭയിൽ നിന്ന് അകന്നു പോകേണ്ട കാര്യമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു തങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമീപത്തെ കടന്നു വരികയും ദൈവമക്കളോട് ഒപ്പമുള്ളതായ ആ കൂട്ടായ്മ അവർ ഉപേക്ഷിക്കാനും പാടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, അവർക്ക് ആശ്വാസം ലഭിക്കും, അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള പ്രത്യാശ കർത്താവിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് അവർ എപ്പോഴും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. അവിടെയാണ് നമ്മൾ വരുന്നത്. നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുന്നതിന് സഹായിക്കാൻ ഇടയൻ ആളുകളെ തിരയുന്നു. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും തകർന്നവരെ മുറികെട്ടുകയും മുറിവേറ്റവരെ സഹായിക്കുകയും ചെയ്യുവാൻ അവൻ ആളുകളെ തിരയുന്നു. ഒരു സഭയെന്ന നിലയിൽ അതുപോലെ തന്നെ ഇന്ന് വിമൻസ് മിനിസ്ട്രീസിൻ്റെ എൻഡ് ഇറ്റ് നൗ പ്രത്യേക ദിനമാണ്. എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയുവാനുള്ളത്, ആരെങ്കിലും മുറിവേറ്റവരായി നിങ്ങളിൽ നിന്ന് അകന്ന് സഭയിൽ നിന്ന് അകന്ന് കഴിയുന്നു, അപമാനിതരായി കഴിയുന്നു എങ്കിൽ അവൻ്റെ വേദനയ്ക്കുള്ളതായ പരിഹാരം, മരുന്ന്, ചികിത്സ നിങ്ങൾ നൽകേണ്ടതാണ്. അവരുടെ തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. എങ്കിൽ മാത്രമേ നാം ശരിയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നവരായി മാറ്റപ്പെടുവാൻ സാധ്യമാവുകയുള്ളൂ. എങ്ങനെയാണ് ആളുകൾ വരുന്നത് എന്ന് അവരുടെ പുസ്തകത്തിൽ ഡോക്ടർ ഹെൻറി ക്ലൗഡും ജോൺ ഡൗൺസെൻറ്റും ഒരു വ്യക്തിയുടെ വളർച്ചയിൽ സമൂഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മുടെ വളർച്ചയ്ക്കുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറ്റ് ആളുകൾ ഉൾപ്പെടുന്നു. നാം ഓരോരുത്തരും സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ വളർച്ചയിൽ മറ്റ് ആൾക്കാരും ഉൾപ്പെടുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു ആടിനെ കണ്ടെത്താൻ ഞാനും നിങ്ങളും സഹായിക്കേണ്ടതുണ്ട്. ആ ആടിനെ സുഖപ്പെടുത്താനും അത് സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ അതിനെ സഹായിക്കാനും ഞാനും നിങ്ങളും ഇറങ്ങി തിരിക്കേണ്ടവരാകുന്നു. എന്നിരുന്നാലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ നിശബ്ദത, നമ്മുടെ നിസ്സംഗതയും കരുതലില്ലായ്മയും വെളിപ്പെടുത്തുന്നു. അങ്ങനെ ആളുകളെ സഭാ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടുകളയുന്നു. പലപ്പോഴും ഇതുപോലെയുള്ളതായ സാഹചര്യത്തിൽ അകപ്പെട്ടു പോയതായ വ്യക്തികളെ നാം എന്ത് ചെയ്യണം? അവരെ ചെന്ന് കണ്ടെത്തണം. നാം ഒരിക്കലും അവരെ ഉപേക്ഷിച്ച് കളയരുത്. അല്ലെ അവളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞ് അവളെ എപ്പോഴും കുറ്റപ്പെടുത്തുവാൻ ഒരിക്കലും നാം തുനിയരുത്. അതൊക്കെയും ഈ മുറിവേറ്റതായ വ്യക്തിയിൽ വളരെയധികം ദുഃഖം ഉളവാക്കുകയും സഭയിൽ നിന്ന് വിട്ടുനിൽക്കാനും തുടർന്ന് സഭ വിട്ട് മറ്റു സഭാ കൂട്ടായ്മയിലേക്ക് പോകുവാനും അവളെ നിർബന്ധിതമാക്കുന്നു. നമുക്ക് പലപ്പോഴും സഭയിൽ ഇരയ്ക്ക് നിരാശ അനുഭവപ്പെടുകയും ദൈവത്താൽ പോലും അവൾ ബഹിഷ്കരിക്കപ്പെട്ടു പോയോ എന്ന് തോന്നുകയും ചെയ്യുന്നു. അവൾ വളരെ വിഷമഘട്ടത്തിലെത്തുകയും ചെയ്യുന്നു. ആളുകൾക്ക് സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയേണ്ട സ്ഥലമാണ് സഭ. ഒരു ആഴ്ചക്കാലം നാം അനുഭവിക്കുന്ന കൊടുങ്കാറ്റിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ഒരു അഭയകേന്ദ്രമായിരിക്കണം നമ്മുടെ സഭ. നല്ല ഇടയനെക്കുറിച്ച് പഠിക്കാനും അവൻ്റെ സംരക്ഷണത്തിൻ്റെ ഊഷ്മളതയും പരസ്പരമുള്ള പിന്തുണയും കരുതലും ആശ്വാസവും അനുഭവിക്കാനാണ് നമ്മൾ പള്ളിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിൽ വരുന്നത് എന്തിനാണ്? നമ്മുടെ ഒരാഴ്ചവട്ടക്കാലം നമ്മുടെ ജീവിതത്തിലുണ്ടായതായ അനുഭവങ്ങളൊക്കെയും നാം നേരിട്ടിരുന്നേക്കാം. എന്നാൽ അവയ്ക്കൊക്കെ ഒരു പ്രശ്നവും പരിഹാരവും ആശ്വാസവും കണ്ടെത്താൻ എന്ന നിലയിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ആഴ്ചതോറും കടന്നു വന്ന് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കേണ്ടവരാകുന്നു. ഇവിടെ റോമർ 12:10-15 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവേൻ. 15 വാക്യം: സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവേൻ.
അപ്പോൾ ദൈവവചനം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന എന്താണ്? സഹോദര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ പരസ്പരം ദയോടെ വാത്സല്യമുള്ളവരായിരിക്കുന്നതിൽ അന്യോന്യം നാം എന്ത് ചെയ്യണം? മുന്നിട്ട് കൊള്ളണം. അപ്പം നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ലൊരു മേന്മയേറിയ മഹത്വമേറിയ ഒരു സ്വഭാവം ഉള്ളവരായിട്ട് വേണം നാം നമ്മുടേതായ സഭാവിശ്വാസികളോട്, നമ്മുടെ സഹോദരൻ സഹോദരിയോട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ഒക്കെയും ഇടപെടേണ്ടത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ ഒരു പീഡനത്തിന് ഇരയായ വ്യക്തിക്ക് കരുതൽ ലഭിക്കേണ്ടതായ സ്ഥാനത്ത് ഒരു പരുക്ക് സംഭവിക്കുമ്പോൾ എന്താണ് അവരുടെ മനോഭാവം എന്ന് നാം ഓർത്തുകൊള്ളുക. എപ്പോഴും ഒരു പീഡനത്തിന് ഇരയായ ഒരു വ്യക്തിയുടെ ഹൃദയം എപ്പോഴും വേദനിക്കുന്നതാണ്. ആ വ്യക്തിയോട് വീണ്ടും നമ്മൾ കുറ്റപ്പെടുത്തുകയും, അല്ലെ നീ അങ്ങനെയല്ലായിരുന്നോ, ഇങ്ങനെയല്ലായിരുന്നോ, നിനക്ക് പ്രാർത്ഥിച്ചു കൂടായിരുന്നോ, നീ ഉപവസിച്ചു കൂടായിരുന്നോ, ദൈവത്തോടെല്ലാം പറയണ്ടായിരുന്നോ എന്നൊക്കെയുള്ളതായ സംസാര രീതികൾ വീണ്ടും വീണ്ടും അവളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നുകയും അവൾക്ക് വളരെയധികം അവളുടെ വേദനകൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ജെയിൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയുടെ അനുഭവത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെയിൻ ഒരു ജനപ്രിയ സുവിശേഷകനെ വിവാഹം കഴിച്ചു. പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ വളരെ സന്തോഷമുള്ളവരാണ്. സഭയിൽ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരോട് ഇടപഴകുകയൊക്കെയും ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ജെയിനും തൻ്റെ ഭർത്താവും നല്ലൊരു സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കുന്നു എന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല. അവളുടെ ഭവനത്തിൽ അവളുടെ ഭർത്താവ് അവളോടൊപ്പം സഹകരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പലപ്പോഴും പല കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തുകയും അവളെ പീഡിപ്പിക്കുകയും ഒക്കെയും ചെയ്യുന്നതായ ഒരു വ്യക്തിയായിരുന്നു ഈ ജെയിൻ്റെ ഭർത്താവ്. അപ്പോൾ വർഷങ്ങളോളം അവൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അങ്ങനെ അവൾ ഇദ്ദേഹത്തിൻ്റെ ഉപദ്രവം, പീഡനം സഹിക്കവയ്യാഞ്ഞിട്ട് അവൾ ആ ജീവിതം അവസാനിപ്പിക്കാൻ, ജീവിതമല്ല അദ്ദേഹത്തോടൊപ്പം ഉള്ളതായ ജീവിതം അത് ഉപേക്ഷിക്കുവാൻ ഇവൾ തീരുമാനിച്ചു. ഇവളുടെ തീരുമാനം സഭയിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ സഭയുടേതായ നീക്കം ജെയിന് വളരെയധികം വേദനയുളവാക്കി. അപ്പോൾ ഇവൾ കുടുംബം ഉപേക്ഷിച്ച് അവളുടെ ഭർത്താവ്, സുവിശേഷ പ്രവർത്തകനായ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ജെയിനെ സംബന്ധിച്ചിടത്തോളം അവൾ ആ ശബ സ്കൂളിലെ അധ്യാപികയായിരുന്നു. അപ്പോൾ മറ്റുള്ളവരെന്തി പറഞ്ഞു? നീ ഇങ്ങനെ നിൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് പോകുന്നുവെങ്കിൽ നിനക്കിനി ആ സ്ഥാനം തുടരുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവളോട് പറയുകയാണ്, നീ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പം തൊട്ടേ നിനക്ക് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യത്തില്ലായിരുന്നോ? നിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവളെ എല്ലാവരും ഒറ്റപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ഇവളെ സ്ത്രീ കൂട്ടായ്മയിൽ നിന്നൊക്കെ അവളെ പുറത്താക്കുകയും ചെയ്തു. പിന്നെ പള്ളിയിൽ പോകുന്നത് അസഹനീയമായി ജെയിന് തോന്നി. അങ്ങനെ അവൾ പള്ളിയിൽ പോകുന്നത് നിർത്തി. ചില സമയങ്ങളിൽ അവളുടെ ദൈവവും അവളെ വിട്ടുപോയി എന്ന് തന്നെ അവൾക്ക് തോന്നി. ആരും അവളെ അന്വേഷിച്ചില്ല. അവളുടെ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആവശ്യകത ആരും കണ്ടില്ല. ആ പള്ളിയിൽ തുടരാൻ കഴിയാതെ ജെയിൻ എന്ത് ചെയ്തു? ആ സഭാ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. ഈ സഭാ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവൾ അവസാനിപ്പിച്ച് അങ്ങനെ സംസ്കാരങ്ങളിലുടനീളം ഗാർഹിക പീഡനത്തിന് ഇരയായ പലരുടെയും അനുഭവങ്ങളാണിത്. കുശുകുശുപ്പ് സംഭാഷണങ്ങളും ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ആളുകളുടെ തണുത്ത അകൽച്ചയും പലർക്കും അസഹനീയമായി തീരുന്നു. കൂടുതൽ പ്രാർത്ഥിച്ചാൽ ദുരുപയോഗം അവസാനിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ ഇവിടെ ഏത് തരത്തിലുള്ള പീഡനമായാലും ഇരയുടെ പ്രാർത്ഥന തെറ്റുകാരൻ്റെ പീഡനം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുന്നില്ല എന്നാണ് നമ്മുടെ ഈ പ്രസംഗം തയ്യാറാക്കിയതായ ആ വ്യക്തിയുടെ ഒരു അഭിപ്രായം. ദൈവത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു അടിസ്ഥാന ഘടകം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ദൈവത്തെ കേൾക്കാനും പ്രതികരിക്കാനുമുള്ള കുറ്റവാളിയുടെ
കഴിവിലാണ് പീഡനം നിർത്തേണ്ടത്. അപ്പം ഒരു പീഡനം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ആ ഒരു സ്വഭാവത്തിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ കേൾക്കാൻ, അതായത് ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവന് ഈ താൻ ചെയ്യുന്നതായ തെറ്റിൽ നിന്ന് അവന് പിന്തിരിയുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ ഭയമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരിക്കലും അവരുടെ തെറ്റിൽ നിന്ന് അവർ പിന്തിരിയുകയില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സുരക്ഷിതമെന്ന് തോന്നിയ ഒരു പള്ളി കണ്ടെത്താൻ ജെയിൻ എന്ത് ചെയ്തു? പാടുപെട്ടു. ജെയിൻ നഷ്ടപ്പെട്ട ആടായി. അങ്ങനെ അവൻ്റെ ക്രിസ്തീയ യാത്രയുടെ നിർണായക ഘട്ടങ്ങളിൽ ആയിരുന്ന അവളും അവളുടെ മക്കളും നഷ്ടപ്പെട്ട ആടുകളായി. ആശയക്കുഴപ്പവും അവരുടെ സഭാകുടുംബം നഷ്ടപ്പെട്ടതും ചില സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടതും ദൈവത്തെ വിശ്വസിക്കുവാനുള്ള അവരുടെ കഴിവിനെ സാരമായിട്ട് ബാധിച്ചു. ഇത് നമ്മുടെ സഭയിൽ മാത്രമല്ല, മറ്റു സഭകളിലെല്ലാം നടക്കുന്നതായ ഒരു സംഭവമാണ്. സഭകളിലും മനുഷ്യൻ സമൂഹമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലായിടത്തും ഇത്തരം പിഴവുകൾ ഉണ്ടാകാറുണ്ട്. തുടർന്ന് വായിക്കാം. എന്നിരുന്നാലും 99% ഭാഗമല്ലാത്ത നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്നതിന് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ കർത്താവ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. സഭയെന്ന നിലയിൽ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയതായ പല സാഹചര്യങ്ങളാലും, ചിലപ്പോൾ അവരുടെ തെറ്റായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ തെറ്റുകളായിരിക്കാം, എന്തു തന്നെയായിരുന്നാലും നമ്മളിൽ നിന്ന് അകന്നു പോയതായ ഒരു വ്യക്തിയെ പലപ്പോഴും നാം അന്വേഷിച്ച് പോകാറില്ല. നാം അവരെ തെറ്റുകാരായി തന്നെ മുദ്ര കുത്തി അവരെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നെങ്കിലും അവരുടെ തെറ്റ് തിരുത്തി വരും, അല്ലേ വരുന്നേ വരട്ടെ എന്നൊക്കെയുള്ളതായ ഒരു ചിന്തയാണ് നമ്മളിൽ പലർക്കും ഉള്ളത്. അത് കർത്താവ് നമ്മളിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. നമുക്ക് ലൂക്കോസ് 4:18 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും. ഇതേ വാക്യം തന്നെയാണ് നമുക്ക് യെശയ്യാവ് 61:1 പറയുന്നത്. ഇവിടെ യേശുക്രിസ്തു എന്തിനു വേണ്ടി വന്നു? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിനെ ശരിക്കും യഹൂദന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞോ? സ്വന്തത്തിലേക്ക് അവൻ വന്നു, പക്ഷെ അവർക്ക് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പല അടയാളങ്ങളും ഇവൻ തന്നെയാണ് മശിഹ എന്ന് തിരിച്ചറിയത്തക്ക പല അടയാളങ്ങളും യേശുക്രിസ്തു ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്ത്? മനസ്സിലാക്കിയില്ല. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കാൻ. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം ആനന്ദത്തൈലിനും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ അയച്ചിരിക്കുന്നു. ഇതാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം. അവൻ്റെ വരവിൻ്റെ ദൗത്യം ഇത് തന്നെയായിരുന്നു. എന്താണ്? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. നാം ചിലപ്പോഴൊക്കെ സുവിശേഷ വേലയുമായിട്ട് പോകുമ്പോൾ എളിയവരെ ഒന്നും നാം ശ്രദ്ധിക്കാറില്ല, അല്ലേ? ചില റൂറൽ ഏരിയാസിലൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ടോ? അവർ മാനസാന്തരപ്പെട്ട് നമ്മോടൊപ്പം ചേരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പലപ്പോഴും സഭയുടേതായ ഉയർച്ചയ്ക്കൊക്കെ വേണ്ടി നമ്മൾ ചിലപ്പോൾ സമ്പന്നരെയൊക്കെ അന്വേഷിച്ചായിരിക്കും നാം പോകുന്നത്. അപ്പോൾ യേശുക്രിസ്തു എല്ലാ തരത്തിലും എല്ലാ തട്ടിലും ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനോ അവൻ അയച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ
ഇടയിൽ ദുഃഖിതരുണ്ട് എങ്കിൽ അവരെ ആശ്വസിപ്പിക്കണം. അവരുടെ ദുഃഖത്തിനുള്ള കാരണം നാം മനസ്സിലാക്കണം. അവരെ വീണ്ടും വേദനിപ്പിക്കാതെ നാം അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടുന്നതായ സ്നേഹവും കരുതലും സംരക്ഷണവും ഒക്കെയും കൊടുക്കുമ്പോഴാണ് നാം യഥാർത്ഥ ഒരു നല്ല ഇടയൻ്റെതായ ഒരു കർത്തവ്യം നിറവേറ്റപ്പെടുന്നത്. നമുക്ക് നോക്കാം സങ്കീർത്തനം 147:3 എന്താണ് പറയുന്നതെന്ന്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഓക്കെ, യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. അതുപോലെയായിരിക്കണം യേശു ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന നാം ഓരോരുത്തരും. തകർന്ന ഹൃദയങ്ങളുടെ സൗഖ്യവും മുറിവേറ്റവർക്ക് ആശ്വാസം നൽകുന്നതും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ആടുകളെ കണ്ടെത്താനും മേയിക്കാനും ആശ്വസിപ്പിക്കാനും സുഖപ്പെടുത്താൻ സഹായിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധം, ഓർമ്മ എപ്പോഴും ഇടയന്മാരായ നമ്മളെ അല്ലെങ്കിൽ സത്യസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നു. ഇവിടെ ബെർണ ഗ്രൂപ്പ് നടത്തിയ ഗവേഷണം അനുസരിച്ച് 5 ഘടകങ്ങൾ പള്ളികളുമായുള്ള സ്ത്രീകളുടെ ബന്ധത്തെ മാറ്റുന്നു. അതെന്താന്ന് നോക്കാം. അതിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം സ്ത്രീകൾക്ക് ഒട്ടും അല്ലെങ്കിൽ കുറച്ച് വൈകാരിക പിന്തുണയെ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. സഭാ കമ്മ്യൂണിറ്റികളിൽ നിന്ന് വേർപിരിയുന്നതിൻ്റെ കാരണമായി അവർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അവർക്ക് കുറച്ച് മാത്രമേ പിന്തുണ ലഭിക്കുന്നുള്ളൂ എന്ന് ആണ് ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലേഖനം തുടർന്ന് പ്രസ്താവിക്കുന്നത് സ്ത്രീകൾ എങ്ങനെയാണ് പള്ളികളിൽ നിന്ന് വേർപെട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉത്തരം ഈ ബന്ധവിച്ഛേദനം നൽകിയേക്കാം. ഒരു സഭയ്ക്കുള്ളിൽ ശക്തമായ സാമൂഹ്യ ബന്ധങ്ങൾ ഇല്ലാത്തതും പള്ളിയിൽ സ്ത്രീകളുടെ അഭാവം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് കാരണമായേക്കാം. സ്ത്രീകൾക്ക് അത്തരം പിന്തുണ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന ചോദ്യം സ്ത്രീകളെ അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സഭകൾക്ക് ഒരു വലിയ അവസരം നൽകുന്നു. നമ്മുടെ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തിലെ 3 ദിവസങ്ങൾ സ്ത്രീകൾക്കായിട്ട് വേർതിരിച്ചു വെച്ചിരിക്കുന്നു. ആ 3 ദിവസങ്ങളിൽ നൽകുന്ന പ്രത്യേക സന്ദേശം സ്ത്രീകളെ ശക്തീകരിക്കാനും അവരുടെ ആത്മീയമായിട്ട് അവരെ വളർത്താനും അവർക്ക് വേണ്ടുന്നതായ പിന്തുണ നൽകുവാനും അവർ നേരിടുന്നതായ പ്രശ്നങ്ങളെയൊക്കെയും പരിഹരിച്ച് സഭയോട് ചേർത്ത് നിൽക്കുവാനും ഉള്ളതായ നല്ല സന്ദേശങ്ങളാണ് ഈ 3 ദിവസങ്ങളിൽ നൽകുന്നത്. നമുക്കറിയാം, നാം മാർച്ച് മാസത്തിൽ ഒരു വനിതാ ദിനം കൊണ്ടാടി, അതിനുശേഷം ജൂൺ മാസത്തിൽ ഒരു വനിതാ ദിനം കൊണ്ടാടി, ഇനിയും ഈ വർഷത്തിലെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ദിനമാണ് ഇന്ന് നമുക്ക് ലഭിച്ചതായ ഈ സന്ദേശം നല്ല രീതിയിൽ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, കാണാതെ പോയ ആടിനെ കണ്ടെത്തുവാനും അതിനെ സഭയോട് ചേർക്കുവാനും നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങുക. ഇവിടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ആഗോളതല കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് കാണിക്കുന്നത് സഭയിൽ 30% വരുന്ന സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പിന്തുണ നൽകാനുള്ള അവസരം സഭകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും അതേ WHO റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമം, അടുത്ത പങ്കാളിയിൽ നിന്നുള്ള അക്രമം, അത് ശാരീരികമോ ലൈംഗികമോ മാനസികമോ ആയാലും ഹ്രസ്വവും ദീർഘകാലവുമായ ശാരീരിക, മാനസിക, ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അവ കുട്ടികളുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ പറയുന്നത് കുട്ടിക്കാലത്ത് ലൈംഗിക അതിക്രമം, പുകവലി, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അപകടകരമായ ലൈംഗിക പെരുമാറ്റവും വർദ്ധിക്കുന്നതിന് ഇടയാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നമുക്കറിയാം, ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയായ വ്യക്തികൾ പലപ്പോഴും അവരുടെ ജീവഹാനി വരുത്തുന്നു. അവർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും അവരുടേതായ ആ ചെറുപ്പകാലത്തിൽ ലഭിച്ചതായ ആ ദുരുപയോഗത്തിൽ നിന്ന് നേടിയെടുത്തതായ സ്വഭാവം ഭാവിയിൽ അവർ തുടർന്നു പോകുവാൻ സാധ്യതയുണ്ട്. അവർക്ക് കുടുംബ പ്രശ്നം നേരിടാറുണ്ട്. ഇതൊക്കെയും നാം മനസ്സിലാക്കുക. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഉപമകളിൽ മറ്റ് 99 വിട്ട് നഷ്ടപ്പെട്ട ആടിനെ തിരയാൻ വേണ്ടി ഇടയൻ
മലയും താഴ്വരയും കയറി ഇറങ്ങി കാണാതെ പോയ ആടിനെ ഇടയൻ കണ്ടെത്തുമ്പോൾ അവൻ അതിൽ സന്തോഷിക്കുന്നു എന്ന് യേശു ഊന്നി പറയുന്നു. അപ്പോൾ മറ്റു 90 കാണാതെ പോയ ഒരു ആടിനെ അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ ഇടയൻ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. മറ്റ് 99 കാളും അധികമായിട്ട് സന്തോഷിക്കുന്നു. അവൻ കരുതലുള്ള ഇടയൻ തൻ്റെ ആടുകളെ കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായതെല്ലാം ചെയ്യും. അപ്രകാരമായിരിക്കണം നാമും. നമ്മിൽ നിന്ന് വേർപെട്ടു പോയതായ ഒരു വിശ്വാസി ഉണ്ട് എങ്കിൽ, നമ്മുടെ ഭവനത്തിൽ നിന്ന് അകന്നുപോയ ഒരു മകൻ അല്ലെ മകൾ ഉണ്ട് എങ്കിൽ, അവരെ ഓർത്ത് നാം ദുഃഖിക്കുകയും അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്നതായ പ്രോത്സാഹനവും ആശ്വാസവാക്കുകളും ധൈര്യം പകർന്നു അവരെ തിരികെ ചേർത്ത് കൊള്ളുക എന്നതാണ് നമ്മുടെ കടമ. ഇവിടെ പറയുന്നത് ഉപമയിലെ ഇടയൻ ഒരു മികച്ച ഉദാഹരണമാണ്. അവൻ ഒരു ലളിതമായ ചുവട് വെച്ചു. അവൻ നഷ്ടപ്പെട്ട ആടിനെ തിരയുവാൻ പോയി. ചിലപ്പോൾ അവശേഷിച്ചിരിക്കുന്ന ഒരാളെ അന്വേഷിക്കുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് താഴെ വിവരിച്ചിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. അവരോടൊപ്പം ഇരുന്ന് അവരുടെ കഥകൾ കേൾക്കുന്നു. നാം എന്ത് ചെയ്യുന്നു? ദുഃഖിക്കുന്ന ഒരു വ്യക്തിയോട് ഒപ്പം ഇരുന്ന് അവരുടെ കഥകൾ കേൾക്കുന്നു. അവർ അനുഭവിച്ചറിഞ്ഞ കഥ പറയാൻ അവരെ അനുവദിക്കുക. നമ്മെ കൂടുതൽ സുഖകരമാക്കാൻ യാതൊരു തടസ്സവുമില്ലാതെ ന്യായവിധി നടത്താതെ അവർ പറയുന്നത് കേൾക്കുന്നു. അപ്പം നാം എന്ത് ചെയ്യുന്നു? ഒരു ഇരയുടെ അടുക്കൽ, പീഡനത്തിന് ഇരയായി തീർന്നതായ വ്യക്തിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ന്യായവിധി നടത്തിയത് ഇത് നിന്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, പിഴവാണ്, അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മയാണെന്നൊക്കെ പറഞ്ഞ് നാം അവരെ വിധിക്കാതെ ഇരിക്കുക. ശ്രദ്ധയോടുകൂടി അവർ പറയുന്നതായ അവരുടെ സങ്കടങ്ങളെ കേൾക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, കഥ അതേപടി കേൾക്കുക. അവരെ പള്ളിയിലെ പരിപാടികൾക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ പിന്തുണ കാണിക്കാൻ പള്ളിയിൽ ഒരുമിച്ച് ഇരിക്കുക. നിങ്ങളുടെ ചങ്ങാതിമാരുടെ സർക്കിളിലോ ചെറിയ ഗ്രൂപ്പിലോ അവരെ ഉൾപ്പെടുത്തുക. അവർക്കൊപ്പവും അവർക്ക് വേണ്ടിയും അവിടെയായിരിക്കുക. ഇങ്ങനെയാണോ നാം പലപ്പോഴും ചെയ്യുന്നത്? നാം പലപ്പോഴും ആരെങ്കിലും ഒരു തെറ്റ് കണ്ടെത്തിയാൽ എന്ത് ചെയ്യും? നമ്മൾ മിക്കവാറും അവരിൽ നിന്ന് അകന്ന് മാറിയിരിക്കാൻ ശ്രമിക്കും. ഒരു തെറ്റുകാരൻ്റെ കുറ്റക്കാരൻ്റെ അടുത്ത് എന്ന് നാം ഇരിക്കാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നാം പലപ്പോഴും കണ്ടുവരുന്നത്. ഇരകൾ വേർപെട്ടവരല്ല എന്ന് കാണപ്പെടുവാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ കഥകൾ കേൾക്കാനും അത് ഗൗരവമായി എടുത്ത് അവരെ അവഗണിക്കാതിരിക്കാനും ആഗ്രഹിക്കുന്നു. സഭയ്ക്ക് 99 പേരെ മാത്രമല്ല തങ്ങളെ പറ്റിയും കരുതലുണ്ടെന്ന് കാണാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നയങ്ങളാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇടയന്മാരെന്ന് പറയുന്നത് ഈ കാണാതെ പോകാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കി എന്ത് തന്നെ ആയാലും നാം എന്ത് ചെയ്യണം? അവരെ കണ്ടെത്തി അവരെ സഭയിലേക്ക് കൊണ്ടുവരിക. അവർക്ക് സഭയിൽ വേണ്ടുന്നതായ സ്ഥാനങ്ങൾ കൊടുക്കുക. അവർ മാറി നിൽക്കേണ്ടവരല്ല എന്ന് ബോധ്യപ്പെടുത്തുക. ചിലപ്പോഴാണെങ്കിൽ നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ ആയിരിക്കും ഒരു വ്യക്തിയെ സഭയിൽ നിന്നും നമ്മുടെ കൂട്ടത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ചിലപ്പോൾ യാഥാർത്ഥ്യമുള്ള കഥകളുമായിരിക്കില്ല നാം കേൾക്കുന്നത്. ആ തെറ്റായ നുണക്കഥകൾ കേട്ടിട്ടായിരിക്കും ഒരു വ്യക്തിയെ നാം ന്യായീകരിക്കാറുള്ളത്. ഒരു സഭ എന്ന നിലയിൽ നമുക്ക് ഒരു വ്യക്തിയെ ന്യായം വിധിക്കുവാനുള്ളതായ അവകാശം ദൈവം നമ്മൾക്ക് നൽകിയിട്ടില്ല എന്ന് ഓർക്കുക. ഇവിടെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, ജാക്ക്. 99 ആടുകളിൽ ഒന്നാണെന്ന് തോന്നുന്നു. പക്ഷേ അവൻ താമസിക്കുന്നത് പള്ളിയുടെ അരികിലാണ്. പള്ളി പരിപാടികൾ പൂർണ്ണമായും ഉൾപ്പെട്ടിട്ടില്ല. അയാൾക്ക് തൻ്റെ ഹൃദയത്തിലെ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. ക്ഷമയെക്കുറിച്ചുള്ള എണ്ണമറ്റ പ്രഭാഷണങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. എണ്ണമറ്റ തവണ ക്ഷമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കോപം പോലെ പീഡനത്തിൻ്റെ വേദന നീണ്ടു നിൽക്കുകയും ചിലപ്പോൾ അവൻ്റെ കോപം മറികടക്കുമെന്ന് അവൻ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ജാക്ക് എന്ന് പറയുന്നതായ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വിമൻസ് മിനിസ്ട്രിയുടെ എൻഡിറ്റ് നൗ പ്രോഗ്രാമിലും ഇതേപോലെയുള്ളതായ ഒരു കഥ നാം കേൾക്കുകയുണ്ടായി. എന്താണ്? നമുക്കെപ്പോഴും നമ്മളെ പീഡിപ്പിക്കുന്ന വ്യക്തിയോട് എപ്പോഴും നമുക്ക് കോപവും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നാറുണ്ട്. എന്നാൽ അതും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമുക്ക് അപ്രകാരം ഒരു തോന്നൽ
തെറ്റാണ്. എപ്പോഴും നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, നമ്മളോട് എത്ര ക്രൂരത കാണിച്ചാലും, നമ്മെ എത്ര പരിഹസിച്ചവരായാലും അവരോട് ക്ഷമിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്ഷമിക്കാത്ത അവൻ്റെ ഹൃദയമാണ് പ്രശ്നമെന്ന് ജാക്കിനോട് പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജാക്ക് ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന പള്ളിയിലെ മൂപ്പനാൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് യഥാർത്ഥ പ്രശ്നം. അക്കാലത്ത് കുടുംബങ്ങൾ യോഗം ചേർന്ന് ക്ഷമിക്കുന്നതാണ് നല്ലതെന്ന് അവനോട് പറഞ്ഞു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. അപ്പോൾ എന്നിരുന്നാലും ജാക്ക് സഹിക്കേണ്ടി വന്ന പീഡനത്തിൻ്റെ ആഴം ആരും കണക്കാക്കിയില്ല. മാത്രമല്ല, ഓർമ്മിക്കുന്നിടത്തോളം ആത്മാഭിമാനം നഷ്ടപ്പെട്ടവനായി നാണക്കേടിനാലാണ് അവൻ ജീവിക്കുന്നത്. അവൻ സന്നിഹിതനാണ്, പക്ഷേ യേശുവിനെ പോലെ അത്രയും നല്ല ഒരു ഇടയൻ്റെ ആവശ്യമുണ്ടെന്ന് അവന് തോന്നുന്നു. അവൻ്റെ സഭയിലെ ആളുകളുടെ ഇടപെടലിലൂടെ, ചിന്തനീയമായ പരിഗണനയിലൂടെയും അവൻ ഇടയൻ്റെ ഹൃദയത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവിടെ അവന് യേശുവിനെ ഇഷ്ടമാണ്. യേശു കാണാതെ പോയ ഒരു ആടിനെ കണ്ടെത്തുവാനായിട്ട് ഒരു ഇടയൻ സഹിക്കേണ്ടി വരുന്നതായ കഷ്ടപ്പാടുകളെ കുറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ യേശു എങ്ങനെയാണ് തന്നിൽ നിന്ന് അകന്നുപോയ വ്യക്തിയെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്നവൻ അറിയാം. എന്നാൽ തൻ്റെ അനുഭവത്തിൽ നിന്ന് എല്ലാവരും അവനോട് മൂപ്പനോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് കേൾക്കുന്നത് അവന് അത്ര സുഖമുള്ള കാര്യമായിരുന്നില്ല. അതിജീവിച്ച മിക്കവർക്കും ക്ഷമയും രോഗശാന്തിയും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ്. ജാക്കിന് ക്ഷമ എന്നതിനർത്ഥം മൂപ്പന് തൻ്റെ സ്ഥാനം നിലനിർത്താൻ സാധിച്ചു. അതുപോലെ തന്നെ എന്നാൽ ജാക്കിന് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു പോയി. ഇത് പാടില്ല. പ്രത്യേകിച്ച് അത്തരം ഗുരുതരമായ പ്രശ്നങ്ങളിൽ ക്ഷമാപണത്തിൻ്റെ അനന്തരഫലങ്ങൾ ഒഴിവാക്കരുത്. മുറിവേറ്റ ആളുകളെ സുഹൃത്തുക്കൾ ഉപേക്ഷിക്കരുത്. ജാക്ക് ഇപ്പോൾ മറ്റൊരു പള്ളിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും കഥ അവനെ പിന്തുടരുന്നു. എല്ലാ ആഴ്ചയും ധാരാളം മുഖങ്ങൾക്ക് നടുവിൽ വഴിതെറ്റിയ അവൻ തനിച്ചാകുന്നു. അപ്പോൾ ഇവിടെ ജാക്കിൻ്റെ അനുഭവം എന്താണ്? അവന് നല്ല കാര്യങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും അവൻ്റെ പ്രയാസം, യഥാർത്ഥ പ്രശ്നം പെട്ടിട്ടില്ല. അവന് തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ നഷ്ടമാകാൻ, ഒരു നുണക്കാത്ത കാരണം നഷ്ടമാകാൻ ഇടയായി. അപ്പോൾ അങ്ങനെ മുറിവേറ്റവനായിട്ടാണ് അവൻ ഇപ്പോഴും അവൻ്റെ ജീവിതം തുടരുന്നത് എന്ന് ഇവിടെ പറയുന്നു. സ്നേഹത്തിന് ഉത്തരവാദിത്തം ആവശ്യമാണ്. മിക്കപ്പോഴും ഇരകൾ പിന്തുണയില്ലാതെയും കുറ്റവാളികളോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരോ യാതൊരു കുറ്റബോധവും തോന്നാതെ ഉത്തരവാദിത്തമില്ലാതെ സുഖിച്ച് ജീവിക്കുന്നു. എന്നാൽ ഇര ക്ഷമയുടെ ഭാരവും പേറി സുഖപ്പെടുന്നു. അപ്പം പലപ്പോഴും ഈ പീഡനത്തിന് ഇരയായവർക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, തങ്ങളോടെല്ലാവരും ഉപദേശിക്കുന്ന ക്ഷമിക്കുക എന്നാണ്. മറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന പീഡിപ്പിക്കുന്ന വ്യക്തിയോട് ക്ഷമിക്കാനാണ് ഇവരാവശ്യപ്പെടുന്നത്. പക്ഷെ ആ ക്ഷമ ലഭിക്കേണ്ടതായ വ്യക്തി തൻ്റെ തെറ്റ് തിരുത്താതെ തെറ്റ് വീണ്ടും തുടർന്ന് ചെയ്യുന്നതും തൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുന്നതും കാണുമ്പോൾ ഇരയായവർക്ക് ഏറ്റവും അധികം വേദനയും തങ്ങൾ അനുഭവിക്കുന്ന ന്യായമല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വീണ്ടും അവരുടെ ഹൃദയം വേദനിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഓരോ പീഡനത്തിലും ഇരയായവർക്ക് വേണ്ടത് സ്നേഹവും ഒപ്പം അവർക്ക് പിന്തുണയും അവർക്ക് ആവശ്യമാകുന്നു. അതുപോലെ തന്നെ അവരോട് തെറ്റ് ചെയ്തവരെ ആ തെറ്റിൽ അവർ നിൽക്കുന്നതായ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ തെറ്റ് തുടരുവാൻ അനുവദിക്കുന്നത് ഒരു മഹാപാപമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തണമെങ്കിൽ അവർ തിരികെ വരുമ്പോൾ അവരെ എന്ത് ചെയ്യണമെന്ന് നാം അറിയേണ്ടതുണ്ട്. വളരെ കാലമായി ലോകത്ത് വളർന്നു വരുന്ന ഒരു പ്രശ്നമാണ് ആക്രമണം. നമ്മുടെ ഇടയിൽ അത് അല്ലായിരുന്നു എന്ന് നാം എപ്പോഴും ഓർക്കുക. അപ്പോൾ നാം ദൈവത്തിൻ്റെ വിശുദ്ധ സഭ എന്ന് പറയുമ്പോൾ ഇപ്രകാരമുള്ളതായ തെറ്റുകളെ നാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഇടയന്മാരോടാണേലും മൂപ്പന്മാരോടാണേലും തെറ്റ് ചെയ്യുന്നത് ഒരു വിശ്വാസിയാണെങ്കിൽ പോലും
അവരെ പിന്തുണയ്ക്കുന്ന രീതിയിൽ നാം എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റ് ചെയ്യുന്നവരോട് മൗനം ആചരിപ്പാൻ പാടില്ല എന്ന് ഇന്നത്തെ ഈ സന്ദേശം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് കഴിയും നഷ്ടപ്പെട്ടവരെ കണ്ടെത്താൻ പദ്ധതികൾ നാം തയ്യാറാക്കണം. പീഡനത്തോട് അല്പം പോലും സഹിഷ്ണുത കാണിക്കാത്ത ഒരു അന്തരീക്ഷം നട്ടുവളർത്തുക. അക്രമത്തോട് ഇല്ല എന്ന് പറയുകയും അത് അവസാനിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അത് നമ്മുടെ പള്ളികളിലും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റികളിലും സംഭവിക്കുന്ന നിശബ്ദത തകർത്ത് ആക്രമണത്തിന് ഇരയായവരെ പിന്തുണയ്ക്കുക, സൗഖ്യമാകാൻ അവരെ സഹായിക്കുക. ഇന്ന് നമ്മളോടുള്ള അഭ്യർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് യെഹെസ്കേലിനോട് അരുളി ചെയ്യുന്നു, ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി. അതായത് ഒരു നല്ല ഇടയൻ ഇല്ലാത്തതിനാൽ ആടുകൾ എന്ത് ചെയ്തു? ചിതറിപ്പോയി. അവ വയലിലെ എല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണമായി. എൻ്റെ ആടുകൾ എല്ലാ പർവ്വതങ്ങളിലും എല്ലാ ഉയർന്ന കുന്നുകളിലും കൂടി അലഞ്ഞ് അതേ ഭൂതലത്തിലൊക്കെയും എൻ്റെ ആട്ടിൻകൂട്ടം ചിതറിപ്പോയി. ആരും അവയെ തിരയുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല എന്ന് യഹോവയായ ദൈവം പറയുന്നു. യേശു ഇന്ന് നമ്മെ വിളിക്കുന്നു അവൻ്റെ ആടുകളെ തേടി പോകാനാണ്. നിങ്ങളുടെ പ്രതികരണം എന്താണ്? നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിക്കുന്നതിനും മുറിവേറ്റ ആടുകളെ പരിപാലിക്കുന്നതിനുമുള്ള യേശുവിൻ്റെ വലിയ പ്രചാരണത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണോ? അതെ, യേശുവെ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പ്രതികരിക്കുമോ? എങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിൽ ഒരു നല്ല ദൂത്, നല്ലൊരു സന്ദേശം ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത ഞങ്ങളുടെ സ്വഭാവത്തിൽ വന്നതായ എല്ലാ വീഴ്ചകളെയും തിരിച്ചറിയുവാൻ തൊക്കണം. ഇന്നത്തെ ഈ സന്ദേശം ഞങ്ങൾക്ക് ഉപകാരമായി തീർത്തതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അകന്നു പോയതായ വ്യക്തികളെ കണ്ടെത്തുവാൻ തൊക്കണം ഒരു നല്ല മനസ്സ് കാണിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് കാണാതെ പോയതിനെ കണ്ടെത്തുവാൻ ആണ്. അതിലെ ഒരു പാപിയെ തിരഞ്ഞെടുത്ത് രക്ഷിപ്പാനല്ലോ കർത്താവ് വന്നതെന്ന് ഓർത്തുകൊണ്ട് കർത്താവെ, ആ പെട്ടുപോയതിനെ ഓർത്തുള്ളതായ ആ വേദന ഞങ്ങളിൽ നിറയുകയും അതിനെ കണ്ടെത്തുവാൻ ഉള്ളതായ ശ്രമങ്ങൾ ഞങ്ങളിലുണ്ടാകുവാനും ദൈവം ഇടയാക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ അനേകരും പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളാൽ നീർന്ന ഹൃദയത്താലുണ്ട് കർത്താവെ. ഞങ്ങളെ ആരും അന്വേഷിക്കുന്നില്ലല്ലോ എന്ന ഭാരത്താൽ കഴിയുന്നവരെ ഓരോരുത്തരെയും ദൈവ കരങ്ങൾ തരുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയോടുള്ള ഉത്തരവാദിത്വം, ദൈവത്തോടുള്ള കടപ്പാട്, ഇവയൊക്കെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് ദൈവം ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ തൊക്കണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഈ നല്ല ദൂതനായി സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും സഭയിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാ. തിരിഞ്ഞു വരുവാനുള്ളതായ ഒരു മനസ്സ് ദൈവം അവർക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനുള്ളതായ ഒരു മനസ്സിനെ നീ അവർക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങളെ സമസ്തവും സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുത്തെ ആത്മാവ് സഹായിക്കുമാറാണെന്ന് ഞങ്ങൾക്കായ ജീവനെ തന്ന അരുമരക്ഷയുടെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാണ് സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.